ഇതിൽ മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസാണ്. കാരണം ഈ ആരോപണം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെയും ഭാര്യയുടെ പേരിലുള്ള കമ്പനിക്കെതിരെയും കൂടിയാണ്. എന്നാൽ ഒരു മറുപടിയും അതിൽ അഭിപ്രായം എനിക്കില്ല. ഭാര്യയുടെ കമ്പനിയുടെ പേരിൽ ഇതെല്ലാം ഭാര്യ, ഭർത്താവ്, അച്ഛൻ, മകൾ എന്നതിനപ്പുറത്തേക്ക് ഈ തട്ടിപ്പ് നടത്തിയത് സർക്കാരിലുള്ള സ്വാധീനം കൊണ്ടാണ് എന്ന കാര്യം വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിനെ സ്വാധീനിച്ചതാണ് ഇത് കിട്ടിയതെങ്കിൽ തീർച്ചയായും അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മറുപടി പറഞ്ഞേ മതിയാകും. തന്നെ മുഖ്യമന്ത്രി തീർച്ചയായും മറുപടി പറയണം. അദ്ദേഹം പലപ്പോഴും ഈ ഒരു ചോദ്യം വരുമ്പോൾ പല വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹം അങ്ങ് ക്ഷോഭിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹം ചില പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞ് മടിയിൽ കനമില്ലാത്തവൻ വഴിയിൽ പേടിക്കേണ്ടതില്ല തുടങ്ങിയ പഴഞ്ചൊല്ലുകളല്ലാതെ കൃത്യമായ ചോദ്യങ്ങൾക്ക്, കൃത്യമായ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി തന്ന് സംശയലേശമന്യേ ഇതിനുള്ള ഒരു വിശദീകരണം തരാൻ CPM-നോ മുഖ്യമന്ത്രിക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നിടത്തിൽ തന്നെയാണ് ഇവരെല്ലാം ഇപ്പോഴും സംശയം. മറ്റൊരു കാര്യം, CMRL-നെ മുഖ്യമന്ത്രിക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ മറുപടി പറയാവുന്നതാണ്. നിങ്ങൾ CMRL-നോട് പോയി ചോദ്യം, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ CMRL-നോട് ചോദിക്കുക എന്ന് അന്വേഷണ ഏജൻസിയോട് പറയാം, നമ്മളോട് പറയാം. അന്വേഷണ ഏജൻസി CMRL-ന്റെ രേഖകളിലാണ്, CMRL ആണല്ലോ ഈ റിപ്പോർട്ട് കൊടുത്തത്. അതാണ് പറഞ്ഞത്. അതിലുണ്ട് കൃത്യമായി PV എന്ന് പറയുന്നു. PV എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല എന്ന് അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഇത് ബാക്കി അല്ല, PV-യുടെ കാര്യം പോട്ടെ. നമ്മൾ ഈ വീണ വിജയന്റെ കമ്പനിക്ക് 3 വർഷത്തിനിടയിൽ 1.72 കോടി രൂപ നൽകി എന്നത് രേഖയാണ്. അത് സ്വീകരിച്ചിട്ടില്ല എന്ന് ഇവരും പറഞ്ഞിട്ടില്ല, അത് രേഖയാണ്. അതിനെക്കുറിച്ച് മറുപടി പറയാമല്ലോ. അല്ല, അത് അവരാണ് പറയേണ്ടത്, വീണ വിജയനാണ് പറയേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് പറയണം. മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് ഇതിൽ ഭരണത്തിലുള്ള സ്വാധീനം കൊണ്ടാണ് ഈ പണം നൽകിയത് എന്നതുകൊണ്ട് തന്നെയാണ്. കാര്യത്തിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ മറുപടി പറയാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കതുമായിട്ട് ബന്ധമില്ല, CMRL-ന്റെ രേഖകൾ നിങ്ങൾ പരിശോധിക്കൂ, ഞാൻ എപ്പോഴെങ്കിലും CMRL-ന് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാവുന്നതേ ഉള്ളൂ. അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ മുഖ്യമന്ത്രി മാത്യു കുഴൽനാടനോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ, ഇനി അതുമല്ലെങ്കിൽ സ്വപ്നയോ, അവരൊക്കെയാണല്ലോ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പല ആരോപണങ്ങളും. അവരൊന്നും ഉന്നയിച്ച ആരോപണമല്ല ഇത്. ഇത് ആദായ നികുതി വകുപ്പിൻ്റെ എൻട്രിങ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പരിശോധനയിലുള്ള കാര്യമാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ആധികാരികതയുണ്ട്. അതിലിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഏജൻസി തന്നെയാണ് അന്വേഷണവും നടത്തുന്നത്. അപ്പോൾ വെറുമൊരു ആരോപണത്തിനുള്ള മറുപടി എന്നതിനപ്പുറത്തേക്കുള്ളൊരു ഗൗരവം ഇതിനുണ്ട്. അല്ല, അത്രയും ഗൗരവം ഇല്ല എന്ന് പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെപ്പറ്റി, അല്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി ചോദിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി മുങ്ങും, പിന്നെ ഒരു മാസം കഴിഞ്ഞ് പൊങ്ങും മറ്റെന്തെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്ക് ആറ് തണുത്തിട്ടുണ്ടാകും. കാര്യം വാർത്തകൾ എല്ലാ ദിവസത്തെയും ഒരു ദിവസം മാത്രം ആയുസുള്ള സെൻസേഷൻസ് ആയിട്ട് പരിണമിച്ചതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടെയാണത്. ഇന്നത്തെ വാർത്ത ഇത് കഴിഞ്ഞ് പോയി, നാളെ മറ്റൊന്ന് വരും. ഇതിനെപ്പറ്റി ഇവർക്കൊരു ധാരണയുണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാതിരുന്നാൽ അതൊക്കെ തണുത്ത് ഇല്ലാതായിക്കോളും എന്നൊരു ധാരണ അവർക്കുണ്ട്. പക്ഷേ ഇത് വിടാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വീണ്ടും ഈ എക്സാലോജിക്ക് പൊങ്ങി വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.